നമ്മളിപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടുന്ന് താമ്പരത്തേക്കാണ് പോകുന്നത്. പക്ഷേ നേരത്തെ ചെന്നൈ ഇഗ്മോർ വരെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനിലാണ് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ പാർഷ്യലി അത് താമ്പരം വരെ, ഇപ്പം ഈ റൂട്ടിലുള്ള മിക്ക ട്രെയിനും താമ്പരം വരെ ജേർണി നടത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് രാമേശ്വരം ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്സിലാണ്. 16752 എന്നാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. നമ്മൾ ഇന്ന് ആക്ച്വലി നേരത്തെ നമുക്ക് ചെക്കൗട്ട് 12 മണിക്കായിരുന്നു. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം 5 മണിയാകുന്നു. 6 മണിക്കാണ് നമ്മുടെ ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ താമ്പരത്തോടുള്ള ഇവിടുന്ന് ട്രെയിൻസ് ഉള്ളത് ഒന്ന് 4 മണിക്കും ഒന്ന് 6 മണിക്കും അതിനുശേഷം 9:15 ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. 6 മണിക്കത്തെ ട്രെയിനാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. പക്ഷേ നല്ല കരിപുരണ്ട ട്രെയിനാണ്. ഭയങ്കര മോശം നിലയിൽ കിടക്കുന്നൊരു ട്രെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പുറത്തുനിന്ന് കണ്ടിട്ട്. ഇനി അകത്തുനിന്ന് എന്താണെന്ന് അറിയില്ല, കാരണം തുറന്നിട്ടൊന്നുമില്ല. കയറിയതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ അമൃത എക്സ്പ്രസ്സിൽ രാമേശ്വരത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഈ സ്റ്റേഷൻ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ടൈമും കൂടെ ആയിരുന്നു. അപ്പം ഭയങ്കര മോശപ്പെട്ട രീതിയിലായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ആർക്കിടെക്ചറാണ്. നമ്മുടെ രാമേശ്വരത്തിലെ ആ ഒരു കൾച്ചർ അവർ ആ ഒരു സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു ടെമ്പിൾ ആ ഒരു രീതിയിൽ അതിൻ്റെ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് LHB കോച്ചാണ് കൂടെ. വണ്ടിയുടെ കോലം കണ്ടില്ല ദൈവമേ. എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇവിടെ തുറന്നിട്ടില്ല. ഇവിടെ നിന്നകത്ത് കയറാം. എന്തായാലും കയറാം. ഇതാണ് ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. എനിക്കെൻ്റെ ഫേവറേറ്റ് സീറ്റ് സൈഡിലവർ കിട്ടി ഗൈസ്. ഇങ്ങനെ നമ്മൾ ട്രെയിനിനകത്ത് കയറി. ഇന്റീരിയർ വലിയ കുഴപ്പമില്ല. ആൾക്കാർക്ക് കയറി തുടങ്ങി. നമുക്കൊന്ന് വാഷ്റൂം പോയി നോക്കാം. വൃത്തിയുണ്ട്. രണ്ടും ഇന്ത്യൻ ടോയ്ലറ്റാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് സമാധാനമായിട്ടിരിക്കാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതായിരിക്കും തോന്നുന്നു. അയ്യോ, ആ പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ല ഗൈസ്. കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. അവളാണോ അവനാണോ എന്നറിയില്ല, കൂടെ ഉണ്ടായിരുന്നു. നീണ്ട അച്ചടാ അയ്യോടാ പുറകിന് വരുന്നത്. അയ്യോടാ, ഞാൻ അവളോട്, അവളാണെങ്കിലും അവനാണെങ്കിലും അവളെന്നാ വരുന്നത്. അതിൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. അതിന് ബിസ്ക്കറ്റും വെള്ളവും എല്ലാം എടുത്തു കൊടുത്തു. അപ്പം പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം. ഞാൻ അത് കഴിഞ്ഞ് അത് പോയി ഉറങ്ങുവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം മേടിക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടില്ല. ഞാൻ കുറേ നടന്നു നോക്കി, കണ്ടില്ല. അവിടെ മയിലേ. ഞാൻ നമുക്കിനി അടുത്തത് മണ്ഡപത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. നോക്കട്ടെ. നമുക്ക് പാമ്പനിൽ സ്റ്റോപ്പുണ്ട്. പാമ്പൻ കഴിഞ്ഞ് മണ്ഡപം, അത് കഴിഞ്ഞ് രാമനാഥപുരം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. കണ്ണെടുക്കാൻ തോന്നുന്നു. അപ്പുറത്തെ കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് അത്യാവശ്യം ചൂടും വൈകുന്നേരം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഭാഗ്യം കുറച്ച് കുറവാണ്. സൺസെറ്റ് കാണാൻ പറ്റും. ഇതുവരെ പാമ്പൻ ആയിട്ടില്ല. അതാണ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. മിക്കവാറും നമ്മളെത്തുന്നതിന് മുമ്പ് സണ്ണിന്റെ പിഴയ്ക്ക് പോകും, കാട്ടിന് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ പാമ്പനിലെത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി. അതോടുകൂടി നമ്മുടെ സൺ ഓൾറെഡി സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അയ്യോ, എനിക്ക് സൺസെറ്റ് കിട്ടിയില്ലേ. ഇതൊന്ന് സ്ലോ ആക്കിയില്ലായിരുന്നു. കറക്റ്റ് ടൈമിന് പാമ്പനിൽ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് സൺസെറ്റ് കാണാൻ പറ്റിയിരുന്നേനെ. ഇത് അവിടെയും സ്ലോ ആക്കി പിടിച്ചിട്ട് ഇങ്ങോട്ടും കൂടെ വന്നപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റോളം 1 മിനിറ്റോളം എന്തായാലും സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ ആളുണ്ട് കയറാൻ. അങ്ങനെ 1 മിനിറ്റത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പാമ്പനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തേക്കാണ്. ചെറിയൊരു ഗിംബിൾസ് എങ്കിലും നമുക്ക് സൺസെറ്റിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഗൈസ്.
ഓ മൂൺ വന്നിരിക്കുന്നു ഗൈസ്. സണ്ണ് സെറ്റായിട്ട് മൂൺ അപ്പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മളിതേ പാമ്പൻ പാലം കേറാൻ പോവുകയാണേ. ബൈ. ഇല്ല സെറ്റായി. കടലിന്റെ നടുക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡും കൂടെ കാണിക്കാമേ. നോക്കിക്കേ ബോട്ടുണ്ടോ, എന്ത് വേണ്ടി ഓട്ടോ നോക്കിക്കേ. പക്ഷെ എനിക്ക് ഇവിടുത്തെ അപ്പുറത്തെ വ്യൂ ഇഷ്ടം. ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് പോവാ. അവിടെ പാലം പൊളിച്ചായിരുന്നു ഇവിടുത്തെ. കടല. ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് വരുന്ന മണ്ഡപമാണ്. മണ്ഡപം നമ്മളിതേ അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പായ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലെത്തിയ. അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പീഡിൽ തന്നെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഈവൻ പാലത്തിൽ കൂടെ ആണെങ്കിൽ പോലും ഇപ്പം ട്രെയിൻ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. പഴയ പാലത്തിൽ കൂടെ അത്രയും സ്പീഡിൽ പോകാനേ പറ്റത്തുണ്ടായിരുന്നല്ലോ. നമ്മുടെ ട്രെയിനിന്റെ മണ്ഡപത്തിൽ നിന്ന് എടുത്തേ. അടുത്ത സ്റ്റേഷൻ വരുന്നത് രാമനാഥപുരമാണ്. രാമേശ്വരത്ത് നിന്ന് താമ്പരം വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് 399 ആണ്. എന്റെ ടിക്കറ്റ് ആക്ച്വലി RAC ആയിരുന്നു. എനിക്ക് RACയിലായിരുന്നു ടിക്കറ്റ് എനിക്ക് കിട്ടിയത്. ഇന്ന് രാവിലെയാണ് കൺഫേം ആയത്. എനിക്ക് ഭാഗ്യത്തിന് എന്റെ സൈഡിൽ ഒരു സീറ്റ് തന്നെ കിട്ടി ഗൈസ്. ഈ ഒരു സ്പീഡിലാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേഷനായ രാമനാഥപുരത്തിലേക്ക് എത്തിയേക്കാണ്. രാമനാഥപുരം സ്റ്റേഷൻ നിർത്തുന്നതിന് മുമ്പ് ഹോളടിച്ചു. എനിക്ക് ഈ ഒരു റൂട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടൊരു സംഭവം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ പ്രശ്നമാണ്. നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ അവൈലബിൾ അല്ല. സോ ഫുഡ് ഓർഡർ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ എവിടെയാണ് ഇപ്പം ഏത് സ്റ്റേഷനിലാണ് നല്ല ഫുഡ് കിട്ടുക എന്ന് നമുക്കറിയില്ല. ജംഗ്ഷൻസ് വളരെ കുറവായതുകൊണ്ട് തിരുച്ചിറപ്പള്ളി നോക്കാനാണെങ്കിൽ തിരുച്ചിറപ്പള്ളി ആവാനായിട്ട് 11 മണിയാവും. എന്ത് ചെയ്യും എന്നൊരു യാതൊരു ഐഡിയ ഇല്ല. ട്രെയിനിൽ നിന്ന് നമുക്ക് വാങ്ങി കഴിക്കാനോ പിന്നെ സ്റ്റേഷനിൽ നിന്ന് ലോക്കലായിട്ട് ഇറങ്ങി വാങ്ങി കഴിക്കാനോ താല്പര്യമില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് കുറച്ച് ഹെൽത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അൺഹൈജീനിക്കായിട്ട് അധികം കഴിക്കാതെ ഇരിക്കാൻ ഉള്ള പ്ലാനിലാണ്. നടക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കുന്നുണ്ട്. ഇന്നലെ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല കടകളിലാണ് രാമേശ്വരത്ത് പോയി. കടകളല്ല ഒരു കടയിൽ കയറി ദോശ മാത്രമാണ് ഞാൻ ഈ ഒരു ദിവസം മൊത്തം കഴിച്ചത്. ഇന്നലെയും ഇന്നും ദോശ മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. മിക്കവാറും നാളെ രാവിലെ ഫുഡ് കഴിപ്പ് നടക്കുള്ളൂ എന്നിങ്ങനെ തോന്നുന്നുണ്ട്. അതല്ല എവിടെയെങ്കിലും ഈ ലെമൺ റൈസ് വല്ലതും കിട്ടുവാണെങ്കിൽ മറ്റേ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്തെല്ലാം കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. രാമനാഥപുരത്തുനിന്ന് ട്രെയിൻ എടുത്തു. നമ്മളിപ്പോൾ പരമക്കുടി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആ സ്റ്റേഷൻ്റെ ഒരു ഇൻറ്റീരിയർ നോക്കി പണി നടക്കുന്നതേ ഉള്ളൂ. നല്ല രസമില്ലേ, അടിപൊളിയായിട്ടില്ലേ. സമയം 7:26 നമ്മൾ 7:26 പരമക്കുടി എത്തിയത്. ഇവിടെയും ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഹോൾട്ട് ഉണ്ടാവും. പുറത്ത് നല്ല പൂരാണ്. ഇതിനകത്ത് നല്ല കുറവാണ്. പുറത്ത് പോയി ഞാൻ ഇപ്പം എൻ്റെ ഫോണിൻ്റെ വെട്ടം ഓണാക്കിയിട്ടാണ്. വെട്ടമില്ലെന്നേ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മളിത് മനമധുരൈ ജംഗ്ഷൻ എത്തി. ഈ ഒരു സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് ഹോൾട്ട് വരുന്നുണ്ട് മനമധുരൈ ജംഗ്ഷനിൽ. പക്ഷെ ഇത് അധികം വലിയ സ്റ്റേഷനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാക്കറ്റിൽ ഉള്ള എന്തെങ്കിലും ലെമൺ റൈസോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. ഫുഡ് എന്തെങ്കിലും. 5 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം മനമധുരയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റേഷൻ വരുന്നത് ശിവഗംഗ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. നമ്മൾ 26 മിനിറ്റ് ലേറ്റോട് കൂടി കാരക്കുടി ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആയതുകൊണ്ട് ഫുഡ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്.
കാരണം ഞാൻ രാവിലെ ഒരു ദോശ കഴിച്ചത് ദോശ ഫുള്ള് കഴിച്ചില്ലായിരുന്നു തോന്നുന്നു. ഈ റൂട്ടിൽ ഫുഡ് കിട്ടത്തില്ല കേട്ടോ. ഞങ്ങളൊരു പ്രശ്നം ഈ റൂട്ടിനുണ്ട്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണല്ലോ. പുതുതായിട്ട് പണിഞ്ഞ നല്ല വൃത്തിയുള്ള സ്റ്റേഷനായിരുന്നു ഇത്. അപ്പം 2 മിനിറ്റ് ഹോൾട്ടിന് ശേഷം നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടിയില്ല. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് പുതുക്കോട്ടൈ, അതിനുശേഷം തിരുച്ചിറപ്പള്ളിയാണ് വരുന്നത്. അപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഫുഡ് കിട്ടുന്നില്ല. സോ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കിടക്കാനായിട്ട് പോവാണ്. ഇപ്പം നാളെ രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ താമരത്തെത്തും. ഇപ്പം എന്തായാലും കിടക്കാം. ഇപ്പം നാളെ രാവിലെ കാണാമേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് താമ്പരം എത്താറായി. ഇപ്പം 6:30 ആയിട്ടുണ്ട്. 15 മിനിറ്റ്. ഇതാണ് രാവിലത്തെ ഒരു കാഴ്ച. ചെയ്തൊരു റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് പോവാണ്. 6:45 ഉള്ളൂ. നമ്മൾ 6:50 ആകുമ്പോഴത്തേക്കും താമ്പരം എത്തും. താമ്പരം എത്തിയിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിക്കരുത്, ഒരു ഐഡിയ ഇല്ല. നമ്മൾ താമ്പരം റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ട്രെയിൻ സ്ലോ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ടിലൊരു സ്റ്റേഷനും കാണുന്നുണ്ട്. താമ്പരമാണെന്ന് തോന്നുന്നു. അത് മെമു കിടക്കുന്നുണ്ടല്ലോ. ഒന്ന് ഡെമോയും ഒന്ന് മെമു ആണെന്ന് തോന്നുന്നു. ഈ റൂമാണ്. ചെന്നൈയിലല്ല, നമ്മളിപ്പോൾ താമ്പരത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് ചെന്നൈ സെൻട്രലിലോട്ട് പോകാനുള്ളൊരു തത്രപ്പാടിലാണ്. പക്ഷേ തിങ്ങി നിറഞ്ഞാണ് ലോക്കൽ ട്രെയിൻസ് പോകുന്നത്. എങ്ങനെ ഞാൻ അതിൽ കയറി പോകുന്നത് എനിക്ക് യാതൊരു പിടിയില്ല. ഇപ്പോൾ ഒരു ട്രെയിൻ പോയി, എനിക്ക് കയറാൻ വൈകി, അതുകൊണ്ട് ഞാൻ കയറിയില്ല. വേറൊന്നും വരുന്നുണ്ട് ചെന്നൈ ബീച്ചിലോട്ട്. അതിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം.